ഹായ്. അപ്പോൾ ഇന്ന് കുഞ്ഞുവിനെ കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കുഞ്ഞുവിനെ കുളിപ്പിച്ചിട്ട് ഇത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കയ്യിൽ വിരലിൽ എന്തോ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുവിനെ കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ട് അപ്പോൾ എനിക്ക് കുഞ്ഞുവിൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഗ്ലാസ്സിലിങ്ങനെ വെള്ളം കുടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഹെഡ്സെറ്റിൻ്റെ ഒരു അട്ടയൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് മിണ്ടാതെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ആൾക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് ഒരുവിധം ഉറക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ട് നേരത്തെ അവനെ വിളിച്ചില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ തോളിൽ പതുക്കെ കിടത്തിയിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ റെഡി ആയിട്ടാണ്. അപ്പോൾ കുഞ്ഞും നല്ല ഉറക്കത്തിലായിട്ട് ഡോറ് തുറന്ന് കയറുന്നതൊന്നും അവനെ അറിയണ്ടായിരുന്നില്ല. നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ കുഞ്ഞു രാവിലെ ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കുഞ്ഞുവിന് ഞാനൊന്ന് കാണിച്ചില്ല. എപ്പോഴും എണിച്ചിട്ടൊന്നുമില്ല, നല്ല ഉറക്കത്തിലാണ് ആൾ. അപ്പോൾ നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ വീട്ടിൽ കുറച്ച് ബേഡ്സും അനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ലവ് ബേഡ്സിൻ്റെ ഒരു ചെറിയ 2-3 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവൻ്റെ വീട്ടിലുള്ള തത്തയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു പോയപ്പോൾ തന്നെ തത്ത കൊണ്ട് ഒരേ സംസാരമായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അവൻ ഉറങ്ങി എണിച്ചു. അപ്പോൾ ഞാൻ അവനെ ഒക്കിലിട്ടിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞു അതെന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു തരികയാണ്, ഇങ്ങനെ തത്ത പറഞ്ഞിട്ട് അവന് ആദ്യമായിട്ടാണ് അവനിങ്ങനെ ഒരു വാക്ക് പറയണത് ഞാൻ കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്തത് അവൻ തിരിച്ച് പറഞ്ഞു കേട്ടാ തത്താന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിക്കാൻ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായില്ലേ. പിന്നെ അത് കഴിഞ്ഞ് അവന് വീട്ടിൽ തന്നെ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിങ്ങനെ പീപ്പി എന്നാണ് കേട്ടോ മീനെ പറയാം. പീപ്പി കൊണ്ട് എനിക്ക് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെ നോക്കി ഓരോന്ന് പറയണ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ വീട്ടിൽ എൻ്റെ നായി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിൽ പേടിയുണ്ടായിരുന്നു. അത് അവനായി നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതങ്ങനെ കടിച്ചാലോ പറഞ്ഞിട്ട്. പിന്നെ അവിടെയുള്ള ഒരു കളിപ്പാട്ടം കൂടെ കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇത് ഇടയിൽ ഏട്ടനെ തല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ പുറത്ത് അതുകൊണ്ട് കുത്തുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടി താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഇരിക്കുന്നത്. കുഞ്ഞിന് എങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എന്തെങ്കിലും കളിപ്പാട്ടം കിട്ടി അതിനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആനേനെ പോലെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ബലൂൺ ഉണ്ട്. അപ്പോൾ അതും പിടിച്ചിട്ട് ആളിങ്ങനെ കാറിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.